ഹായ് ഫ്രണ്ട്സ്, പ്രിയ സരശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ അമ്മയും മോളും കൂടെ കുറച്ച് കൃഷിയെന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കാപ്പിക്കുരു, ഞങ്ങളുടെ പശുക്കളെയും ഞങ്ങൾക്ക് കുറച്ച് ചാണകപ്പൊടി ഇവിടെ കിടപ്പുണ്ട്, അതും ഒക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ എല്ലാവരും കാണണം. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ അയ്യത്ത് നടക്കുന്ന, ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ കണ്ടല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ അയ്യവും കാര്യങ്ങളൊക്കെ കണ്ടോ. അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പില്ലേ, അതിനെ ഈ പറയുന്ന അയ്യോ എന്നൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ ഓരോന്ന് കുഴിച്ചും മാന്തിയും വെച്ച് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഞങ്ങൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളോടും കാണിച്ചു തരുന്നത്. അപ്പോൾ ഹായ്, ഇങ്ങോട്ട് നോക്കിയടി. അമ്മ ദാ പശുമാമയെ കുളിപ്പിക്കാൻ ഇറങ്ങിയേക്കോ. ഞാൻ അമ്മയുടെ കൂടെ കൂടിയേക്കോ ഇന്ന്. ഇതാർക്കാ അമ്മയെ കാടി എടുക്കുന്നത്? റാക്കോ? അതിന് ഇന്ന് താമസിച്ചേ. ഞങ്ങളുടെ പെൺപിള്ളാരെയൊക്കെ കണ്ടോ? ഒത്തിരി ദിവസമായില്ലേ ഞങ്ങളുടെ പെൺപിള്ളാരെയൊക്കെ കണ്ടിട്ട്. എന്താ നീ വെള്ളം നീട്ടിയാ കൊടുക്കുമോ ഇല്ലയോ? വെയിലൊക്കെ ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞായില്ലയോ? പിന്നെ ഇച്ചിരി വെള്ളം നീട്ടിയാ കൊടുക്കുന്നത്. എല്ലാരും അമ്മയെ കണ്ടിട്ട് ഒത്തിരി ദിവസമായെന്നൊക്കെ വീഡിയോക്കകത്ത് എല്ലാവരും പറഞ്ഞില്ലേ. നീ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അമ്മയെ കാണണമെങ്കിൽ എരുത്തിലി വരണം. അമ്മയുടെ പശുക്കടെ കൂടെ വന്നാൽ മാത്രമേ അമ്മയെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലേ വല്ല അയ്യത്ത് കൊത്തും കിളയും പയറുതടിയിലോ വെണ്ണതടിയിലോ ഒക്കെ ആയിട്ട് കാണാം. ഇപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര വിഷമമാണ്. പന്നി ഭയങ്കര ശല്യം, എന്ത് നട്ട് വെച്ചാലും മാന്തിക്കൊണ്ട് പൊക്കളെ. പറയമ്മേ അമ്മയുടെ പ്രേക്ഷകരോടൊക്കെ. ചിരിക്കുമോ അതോ? എല്ലാവരെയും കൊണ്ട് അയ്യത്ത് കെട്ടിയതായിരുന്നു. രാവിലെ വെയിലായപ്പോൾ ഞാൻ അഴിച്ചുകൊണ്ട് വന്ന് കുളിപ്പിക്കാൻ തുടങ്ങുക. എല്ലാവർക്കും പിണ്ണാക്ക് കൊടുത്ത് കൊണ്ടുപോയതാണ്. ഇനിയും കിടാക്കളല്ല എരുത്തില്ലായിരുന്നു. അവർക്കിപ്പം വെള്ളം കൊടുക്കുക. പിണ്ണാക്ക് ശകലം വിട്ടില്ലെങ്കിൽ അവർ കുടിക്കുകയില്ല. അതിന് കുറച്ച് പിണ്ണാക്ക് വിട്ട് കിടാക്കൾക്ക് വെള്ളം കൊടുക്കുക. മറ്റേ തള്ളമാരെല്ലാം പച്ചവെള്ളം കുടിച്ചു. ഒരാളെ കുളിപ്പിക്കാൻ തുടങ്ങുന്നു, ഒരാൾ എരുത്തിൽ നിൽക്കുന്നു. വെയിലായാൽ പിന്നെ പറമ്പിലെങ്ങും ഒക്കെ ഭയങ്കര വെയിലാണ്. ഞങ്ങളുടെ ഇവിടെ തോട്ടമില്ല, അതെല്ലാം തോട്ടം മുറിച്ചുകൊണ്ട് അവരെ തോട്ടത്തിലൊന്നും കൊണ്ട് വിടാൻ പറ്റത്തില്ല. ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ നാരായണി പശുവും അവിടെ കിടാവുകൂട്ടി. അപ്പം അതുകൊണ്ട് അമ്മയാണെങ്കിൽ പോച്ച അയ്യത്തൊക്കെ പോയി പറിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടേക്കുക. കച്ചിയൊക്കെയും തീരാറായി. ഡി മോളൂട്ടി ഇങ്ങോട്ടേക്കടി. ഞാൻ അടുത്ത് ചെല്ലുന്നതിനാ. അതേസമയം ഇവക്കൊരു പ്രശ്നവുമില്ല. ഇവിടെ കൂട്ടത്തിൽ ഞാൻ എത്ര നടന്നാലും. ചേട്ടായി രാവിലെ ചാണകമൊക്കെ വാരി കളഞ്ഞ കേട്ടോ. അതുകൊണ്ട് എരുത്തിൽ വെയിലല്ലേ, ഉണങ്ങിക്കിടക്കുക. അപ്പം ഇങ്ങനെ സൗകര്യത്തിൽ നടക്കാം. നോക്കിയേ, ഇവക്ക് പണ്ട് ചർമ്മമഴ വന്നതാ. പണ്ടെന്ന് വെച്ചാൽ ഒരു 2 വർഷം മുമ്പേ. അതിപ്പോഴും ആ മഴ ഇപ്പോഴും ദേഹത്ത് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അത് അന്ന് വന്നതാ. ഇന്ന് വലിയ ചാണകമില്ലല്ലോ ഇവരുടെ ദേഹത്ത്. രാവിലെ ഇറക്കിക്കൊണ്ട് പോയോണ്ടോ ഇല്ലയോ? ഇനി ഒരു കുളിപ്പീരൊക്കെ കഴിഞ്ഞ് കയറി നിന്ന് കുറച്ച് പോച്ചയോടൊക്കെ വാരിയിട്ട് കൊടുത്ത് അതെല്ലാം തിന്നുമ്പോഴത്തേന് പിന്നെ ഇവരുടെ വയറ് ഫുള്ളാകും. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ കയറി ഞങ്ങളുടെ ചാണകക്കുഴിയുടെ അവിടോട്ട് പോവുകയാണ്. ചാണകമാണെങ്കിൽ ഇവിടെ നിറച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ കുഴി നിറഞ്ഞ് കിടപ്പുണ്ട്. കൃഷിക്കാർക്കൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നെടുത്തോണ്ട് ആവശ്യത്തിന് പൊയ്ക്കോ കേട്ടോ. ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ദാ ഞങ്ങളുടെ മേപ്പോട്ട് അയ്യോ അതുണ്ട്. ഇതാ ഞാൻ പറയത്തില്ലേ, ഞാൻ ഈ അയ്യത്തൂടെ കയറത്തേയില്ലെന്ന്. അങ്ങ് മേളിലോട്ടുണ്ട്. ഇവിടെ കയറാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് പശുക്കളെ ഒന്നും ഇറക്കി കെട്ടാൻ സ്ഥലമില്ലെന്ന് ഞാനതാ പറഞ്ഞത്. അയ്യോ ഉണ്ട്, റബ്ബറുണ്ട്. പക്ഷെങ്കിൽ പശുക്കൾ ഈ വഴിയൊന്നും കയറിപ്പോകത്തില്ല. കണ്ടോ, ഇവിടുന്ന് ഞങ്ങൾ കാപ്പിക്കുരുവൊക്കെ പറിച്ച് കാപ്പിക്ക് പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് കാപ്പിക്കുരു ഞങ്ങൾ കാപ്പിപ്പൊടി എടുക്കുന്നത് ഈ കാപ്പിയിലൊക്കെ കാപ്പിക്കുരുവൊക്കെ പറിച്ചാൽ. അതുകൊണ്ട് ഇപ്പോൾ പഴുത്ത് നിൽക്കുക. അതുകൊണ്ട് കണ്ടോ
ഇതിനി ഞങ്ങൾ സമയം കണ്ടെത്തി പറിച്ചെടുക്കും. ഞാൻ ആ കയറ്റം കയറി വന്നതിൻ്റെ അണയ്ക്കുന്ന കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഹൈറ്റിലുണ്ട് കണ്ടോ, കിടക്കുന്നുണ്ടോ ചാണകം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുക. ആവശ്യമുള്ളവർക്ക് ഇഷ്ടം പോലെ വന്ന് വാരിക്കൊണ്ട് പോകാം കേട്ടോ. നമുക്കൊരു പരാതിയില്ല, ആവശ്യത്തിന് വാരിക്കൊണ്ട് പോവാം. ഉണങ്ങി കിടക്കുക, ആവശ്യത്തിന് വേണ്ടുന്നവർക്ക് വന്ന് വാരിക്കൊണ്ട് പോകാൻ. ചാണകം ഇച്ചിരി കയറി വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൃഷിക്കോ വല്ല ആവശ്യമായിട്ട് ചാണകപ്പൊടി നനയാതെ തന്നെ ഇതാണ് മേളിൽ നമുക്കിതിന് ഇതൊക്കെ ഷീറ്റൊക്കെ ഇട്ട് നമ്മൾ നനയാതൊക്കെ വലിയ കുഴി എടുത്തിട്ടിരിക്കുന്ന ചാണകമാണ്. ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നെടുത്തുകൊണ്ട് പോകാം. ഒരാളിൽ കൂടുതലോ? ഒരാളൊന്നും അല്ല. ഇവിടെ അമ്മ ഇപ്പോൾ ഈ നിൽക്കുന്ന തന്നെ ഒരാളോളം അടുത്ത് വരുന്നില്ലേ, അത്രയും കൂടെ താഴോട്ടുണ്ട്. നല്ല ആഴത്തിൽ കുഴിയുണ്ട്. വന്നു കഴിഞ്ഞാൽ വലിയൊരു ടെമ്പോയ്ക്ക് നിറച്ച് കൊണ്ടുവരാനുള്ള ടെമ്പോ അല്ലല്ലേ, അതിൽ കൂടുതലുണ്ട്. വലിയ വണ്ടിക്ക് വന്നാൽ പോലും നിറച്ച് കൊണ്ടുപോകാനുള്ള ചാണകം കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചാണകം ആവശ്യമായിട്ടുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോകാവുന്നതാണ്. ഇവിടെ എല്ലാം കാപ്പിയാണ് കേട്ടോ, കാപ്പിയുണ്ട്. ഇനി ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ വീഡിയോക്കകത്തൂടെ. വരിക്കപ്പിലാവ് കൊണ്ടുവച്ചിരുന്നത്, അതെ അനുവേട്ടൻ ഓരോരോ പണിയും കൊണ്ടുവന്ന് അത് നാശം കാണിച്ച് അതുകൊണ്ട് വളരത്തില്ല, ഇത്രയേ ഉള്ളൂ. ഓരോ സ്ഥലത്തുനിന്ന് മാറ്റി വെച്ച് ഇതേതല്ലേ നമ്മ പറഞ്ഞ കള പൊട്ടിയെന്ന്. ചക്കയ്ക്ക് വേണ്ടി കള പൊട്ടിയതായിരുന്നു, അത് പോയി. വാറ് വെട്ടാൻ പോകുന്നത് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കൂടെ അയ്യത്ത് ഇങ്ങനെ ഇറങ്ങി കറങ്ങി നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അമ്മ കണ്ടുപിടിച്ചുകൊണ്ട് വരും. വാറ് നമ്മുടെ അപ്പുറത്തെ അയ്യത്തോട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കും. ഇനി വാറ് വെട്ടിയെടുക്കണം തോട്ടിക്ക് വേണ്ടിയിട്ട്. അമ്മ കൈ മാറ്റമ്മേ, ഉണ്ടോ ഇതെല്ലാം കാപ്പിയുണ്ടോ, മേളിലോട്ട് കാപ്പിയുണ്ട് കണ്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കാപ്പിപ്പൊടി മേടിക്കേണ്ട വരത്തില്ല. ഇപ്പോൾ ആണെങ്കിൽ കാപ്പിപ്പൊടിക്ക് 100 ഗ്രാം എത്രാമേ 86 രൂപയാണ് 100 ഗ്രാം കാപ്പിപ്പൊടിക്ക്. ഞങ്ങൾക്ക് കാപ്പിപ്പൊടി മേടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഞങ്ങളുടെ കാപ്പി എന്നൊക്കെയുള്ള കാപ്പിക്കുരുവാണ് ഞങ്ങൾ അവച്ച് പൊടിച്ച് വീട്ടിൽ തന്നെയാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അവക്കാഡോ മരം ഇത്രയായോ, പക്ഷേ ഇതുവരെ ഇതേ കായൊന്നും ആയില്ലല്ലയോ. ഇത് ഞാൻ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവച്ചതാ. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുന്ന് ഇവിടെ കൊണ്ടുവച്ചതാ. ഇത്രയും ആയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കായൊന്നും പിടിച്ചിട്ടില്ല. രാഹുലേ, നീ തന്നു വിട്ട അവക്കാഡോ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കായൊന്നും പിടിച്ചിട്ടില്ലേ. ചാണകപ്പൊടിയുടെ കാര്യം ആരും മറക്കണ്ട. ആവശ്യത്തിന് ചാണകപ്പൊടിയുണ്ട്. ആവശ്യമുള്ളവർ വന്ന് ഞാനിനി കരിയിലേക്കകത്തോട്ട് ഈ നടക്കുന്നതിൻ്റെ കരിയിലേക്ക് കിളിങ്ങുന്ന സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വന്ന് വാരിക്കൊണ്ട് വിൽക്കോ. കണ്ട് ഇവിടെ ഇഷ്ടം പോലെ ചാണകപ്പൊടിയുണ്ട്. കൃഷിക്ക് ആവശ്യമായി ആർക്ക് വേണമെങ്കിലും വന്ന് കൊണ്ടുപോകാവുന്ന. ഞങ്ങൾ ഇതൊക്കെയാണ് വളമായിട്ട് ഞങ്ങളുടെ കൃഷിക്കൊക്കെ ഇടുന്നത് കേട്ടോ. അമ്മ ഇതെന്താ കുഞ്ഞു ചക്കകൾ ഈ പ്ലാവേലെ കന്നി കായ്ച്ചതാണോ? അതായിരുന്നു അമ്മ കൊണ്ടുവന്നത്. അത് നല്ല രുചിയായിരുന്നു. പക്ഷെ മറ്റേനൊരു വെള്ളച്ചവ, അത് അത്രയും കൊള്ളത്തില്ല. ഇന്നാള് വേറെണ്ണം കൊണ്ടുവന്നില്ലേ. ഇവിടെ ഒരു കുഞ്ഞ് ചാമ്പയുണ്ട് കേട്ടോ. ചാമ്പ നിറച്ച് ചാമ്പയ്ക്ക പൂത്തിട്ടുണ്ട്. അതാണ് കണ്ടോ. കണ്ട ചാമ്പയ്ക്ക ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു ചാമ്പയാ അതേണ്ട കണ്ടോ, വലിയ മരമൊന്നും ആയിട്ടില്ല, ഒരു കുഞ്ഞു ചാമ്പയാ. ഇതേലെ ചാമ്പയ്ക്കുണ്ട്. ഞങ്ങൾക്ക് പറിച്ച് തിന്നാനൊക്കെ ഉള്ളതൊക്കെ കിട്ടും ഇത് കേട്ടോ. അമ്മയെ കാണുന്നില്ലെന്ന് പറയുന്ന പരാതി പറഞ്ഞവരോടൊക്കെ അമ്മയെ ദേണ്ട കേട്ടോ. അമ്മയെ കാണണമെങ്കിൽ ഭയങ്കര പാടാണ്. അമ്മയെ കാണണമെങ്കിൽ പശുക്കളുടെ അടുത്ത് വരണം, അല്ലാതെ ഒരു രക്ഷയില്ല അമ്മയെ കാണാൻ. അപ്പം ഞാൻ ഇറങ്ങി പോവാ. നമ്മുടെ പശുക്കളെയൊക്കെ കണ്ടല്ലേ, താഴെ പണിക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ താഴെ പണിക്കാരുണ്ട്. അവരെ കൂടെ കാണിച്ചേക്കാം. ചേട്ടന്മാരുമായിട്ട് അവരെന്നെ വഴക്കുണ്ടാക്കുന്നത് എപ്പോഴും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അവരെ കൂടെ കാണിച്ചേക്കാം. ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ അവർ എന്തെങ്കിലും ഉടങ്കൊല്ലി വർത്താനം പറയും കേട്ടോ. എന്നിട്ട് എല്ലാം ചാടിക്കും. ഇപ്പം ഞങ്ങൾക്ക് വഴിയില്ലാതാക്കിയൊക്കെ എത്ര ദിവസമായെന്നറിയാം ഇവിടെ കയറി കൂടിയിട്ട്. ഈ 2-3 എണ്ണം ഇതുങ്ങളോട് വിറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും പോകത്തില്ല, വഴി ശരിയാക്കത്ത്. കണ്ടോ അതാണ്ട കണ്ടോ ഡിസ്ലൈക്ക് ചെയ്തേക്കാരെന്ന്.
കേട്ടോ അവരെന്നെ കളിയാക്കും. പക്ഷെ അവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. ഭയങ്കര കൂട്ടാണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ പണിയെടുക്കത്തേയില്ല, കള്ളപ്പണിക്കാരന്മാരാ. ചുമ്മാതെ വെറുതെ പറഞ്ഞ കേട്ടോ. അവർ നന്നായിട്ട് പണിയൊക്കെ ചെയ്യും. ഞങ്ങൾക്കിവിടെ വഴിയില്ലെന്ന് എത്ര ദിവസമായിട്ട് വഴിയില്ലാതായേക്കോ എന്നറിയാം. ഇവർ പറഞ്ഞിട്ട് എങ്ങും കേൾക്കത്തില്ല എന്ന് എന്നോട് പറയുന്നത് കേട്ടോ. വഴിയില്ല, ഇത് നമുക്ക് വണ്ടി ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ പെരുവഴിയിൽ ഇറക്കിയേക്കോ ഇവര്. വണ്ടി ഇടാനുള്ള സൗകര്യം അതിൽ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് വേണം നമുക്ക് ഇറങ്ങാൻ. ഞാൻ അവരോട് പറഞ്ഞു എന്നെ പറ്റി കുറച്ച് നല്ലത് പറയാൻ. അന്നേരം തൊട്ട് ഭയങ്കര പണിയെടുപ്പാണ്. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര പണിയെടുപ്പാണ്. കാരണം ഇത് മുതലാളി വല്ലതും കണ്ടെങ്കിൽ പണിയെടുത്തില്ലെന്ന് പറയത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. മറ്റൊരു വീഡിയോയിലേക്ക്